വാപ്പാന്റെ ആകാം, ഉമ്മാന്റെ ആകാം, ഉസ്താദിന്റെ ആകാം, മകന്റെതാകാം, ഭാര്യയുടേതാകാം, പെങ്ങളെ ഭർത്താവിന്റേതാകാം, ഏതോ ആകട്ടെ, ഒരു ഖബറിന്റെ മുന്നിലേക്ക് നമ്മൾ ചെന്നാ നമ്മൾ എന്താണ് പറയേണ്ടതെന്നറിയോ? അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുസ്ലിമീൻ. ഓ മുസ്ലിമീങ്ങളുടെ ഭവനത്തിൽ കിടക്കുന്നവരെ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എന്നിട്ട് പറയേണ്ടത് എന്താണ്? വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂ. ഇൻഷാ അല്ലാഹ് താമസം വിനാ ഞാനും ഇവിടെ വരുന്നതാ. വാപ്പയ അടക്കിയിരിക്കുന്ന ഖബറിന്റെ മുകളിലുള്ള മൈലാഞ്ചി ചെടിയുടെ മീസാൻ കല്ലിന്റെ ചാരപ്പ് ചെന്നിട്ട് ഒരു പൊന്നുമോന് പറയുന്നു, അസ്സലാമു അലൈക്കും യാ അബീ. എന്റെ പൊന്നു വാപ്പാ, റബ്ബിന്റെ സമാധാനം നിങ്ങൾക്കല്ല തരട്ടെ, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്കല്ല തരട്ടെ, അവന്റെ രക്ഷ നിങ്ങൾക്ക് തരട്ടെ വാപ്പാ. ഇന്നാ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ബികും ലാഹിഖൂ, നിങ്ങളുടെ അടുത്ത് ഞാനും വരും വാപ്പാ. എന്തേ പൊന്നുമോനെ, നിന്റെ മരണത്തിൽ ആശങ്കയുണ്ടോ? നിന്റെ മരണത്തിൽ സംശയമുണ്ടോ? നിന്റെ മരണത്തിൽ ഉറപ്പില്ലേ? പിന്നെ എന്തിനാ നീ ഇൻഷാ അല്ലാഹ് പറയുന്നത്? മുത്തായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതെന്താണ്?